നിന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് മൻ തമസ്സക ഇൻദ ഫസാദി ഉമ്മത്തി മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി നിന്റെ സമുദായ അങ്ങനെ തെരുതപ്പി ജീവന നടത്തുന്ന കാലഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂലെ ശരീഅത്ത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണാറുണ്ട് കണ്ടെങ്കിൽ ഫലഹു അജ്റു മിഅതി ഷഹീദ് 100 ഷഹീദായ ആളുമാരെ പ്രതിഫലമാണ്. ഈ സമാജ വേണ്ടാത്ത പ്രവർത്തനത്തെ കാഴ്ചവെച്ച് ജീവിക്കുമ്പോത്തുകോ, അനാചാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോത്തുകോ, അരാജകത്തിന് സൃഷ്ടിയാക്കുമ്പോത്തുകോ, അനൈതികമായ മാർഗത്തിൽ കൂടി ജീവനം നടത്തുമ്പോത്തുകോ അല്ലാഹുവിന്റെ റസൂലെ സുന്ദരമായ ആശയത്തെ മുറുകെ പിടിച്ചിട്ട് ആര് ജീവിക്കറാണ് അവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. 100 വട്ട രക്തസാക്ഷിയായി മരണപ്പെട്ടെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അങ്ങനത്തെ പ്രതിഫലമാണ് മുസ്ലിമേ. ഒരാള് ഷഹീദായി മരണപ്പെട്ടു പോയെങ്കിൽ ഒരു ഷഹീദുമുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗ്ഗം മാത്രമാണ്. സ്വർഗ്ഗമല്ലാത്ത പിന്നൊരു പ്രതിഫല ഷഹീദില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ഒരാൾ യുദ്ധരണാങ്കണത്തിൽ രക്തസാക്ഷിയായി മരണപ്പെട്ടു പോയാണ്ട് കണ്ടെങ്കിൽ അവന്റെ മയ്യത്ത് കുളിപ്പിക്കൽ പോലും ഹറാമാണ്. നാളെ അല്ലാഹുവിന്റെ മഹ്ശറത്തിൽ കോടാനു കോടി മനുഷ്യന്മാരെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴത്തേക്കു അതേ ചോര പുരണ്ട കഫന്റെ തുണില ഉണർന്നു, അതേ ചോര പുരണ്ട വസ്ത്രത്തില ഉണർന്നു. അതൊക്കെ വേണ്ടി അവന്റെ ചോരയോടുകൂടി മറമാടുന്നു സ്വഹാബ. ചോരയോടെ മറമാടുമ്പോ ശരീര ശുദ്ധി ഇല്ലാത്ത കാരണം കൊണ്ട് അവന്റെ മേലെ നിസ്കാരം പോലും ഹറാമാണ്. ഷഹീദായി മരണപ്പെട്ടു പോയവന് നിസ്കാരം പോലും ഹറാമാണ്. അവന് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ലാത്ത വേറെ പ്രതിഫലമില്ല. അവന് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ലാത്ത വേറെ പ്രതിഫലമില്ല. അങ്ങനത്തെ ഷഹീദിനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ആഖിറു സമാനിൽ ഒരാൾ നബി തങ്ങളുടെ ആശയത്തെ പിൻപറ്റാണ്ട് കണ്ടെങ്കിൽ അവന് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. തയ്യാറാവുടാറ നിന്റെ ഈമാനുള്ള സഹോദരിമാര്, തയ്യാറുള്ളാറ നിന്റെ ഈമാനുള്ള ഉമ്മമാര്, ഈമാനുള്ള മുസ്ലിം ബാലക്കാരന്മാര്, ഈമാനുള്ള മുത്തുമോമിനികള്, അല്ലാഹുവിന്റെ റസൂലിനെ ഈ ആശയത്തെ ജീവനത്തിൽ അളവടിച്ച് ജീവിക്കണത് തയ്യാറുള്ളാറാ. എങ്ങനെ സാധ്യയുടെ ജീവനത്തിൽ ഒർക്കല്ല അങ്ങനത്തെ സന്ദർഭം കിട്ടിട്ട് ഇപ്പൊ മങ്ങിലാകുമ്പോ എല്ലാ അനാചാരമാക്കണം മീത്ത് ചൊല്ലി മങ്ങില ഒർക്കല്ല. ഈ ഒർക്കത്തെ വിഷയമേ ആഖിറ പരാജയപ്പെട്ടു പോണു. കാരണം ഉർക്കത്തെ വിഷയം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിൽ എങ്ങനെ മങ്ങില? അന്നിക്കാഹു സുന്നതി, നിക്കാഹ് നന്റെ ചര്യ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, നിക്കാഹ് ദാമ്പത്യ ജീവനത്തിൽ ഒരാൾ കാലെടുത്ത് വീക്കരെ അത് നന്റെ ചര്യ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടിപ്പാട്ടൊക്കെ എനിക്ക് സ്വഹാബത്ത് പ്രഗൽഭനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിൽ ഒന്നാമത് ഷഹീദായ മഹാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുയുടെ മോൻ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സദസ്സക്ക് വരുമ്പോൾ കമ്മണ വന്നോണ്ട്, നല്ല കമ്മണ വന്നോണ്ട് സദസ്സക്ക് വരും. നബി തങ്ങൾ കേൾക്കര ജാബിരെ നല്ല കമ്മണ വന്നോണ്ട് മങ്ങില മീത്തായ മങ്ങിലായ ഒരു കമ്മണ വരും. ശരി അല്ലേ? മങ്ങിലായിട്ട് 2-3 തിങ്കൾ ഭയങ്കര കമ്മന ഓൺ എവിടെ സെന്റിട്ട് ಗೊಂತಿಲ್ಲ 1/2 കിലോമീറ്റർ അപ്പുറത്തിലെ മണത്തോണ്ടുണ്ട് കമ്മന. ഒരു 3 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ 3 കണിക്ക് ഇഞ്ഞ ഇത്ര പാൺപറകിത്ത് ബാട്ടിര കീസല് ബീഡി വലിച്ചിട്ട് ബീഡിൽ വെച്ച് ചൊപ്പ് കൊറിയ കീസല് ബാക്കിയുണ്ട്. ചെറിയ തലങ്ങാണ്ട് കെട്ട് പെരകത്ത് കീസലുണ്ട് എല്ലാം ഉണ്ട്. ഈ 3 തിങ്കളും ഭയങ്കര ഡീസന്റ് ഓന്റെ പൊద్దങ്ങളുടെ പേരിച്ചിട്ട് ഉണിയത ഔലിയാക്കന്മാരെ പുള്ളിയായിട്ട് ഭയങ്കര നല്ല ചെറുക്കാൻ. 3 തിങ്കൾ കലിയുമ്പോ കൊണ്ട് അവിടെ വണ്ടിയിലെ മാർഗത്തിൽ പോകുന്ന യാറ വേറെ അടിച്ചിട്ട് അല്ല ഗാഞ്ച വലിച്ചത്തിൽ യാറായി പോയിട്ട് പോകുന്നത് ആലോചന കൊണ്ടത് ചിരിക്കണ കൊല്ല വിഷയം. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുമാരാണെങ്കിൽ നിങ്ങൾ ഇസ്സത്തുള്ള ജീവനം നടത്തുന്ന അർഹതയുള്ള മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ ഖുർആൻ ഈ മങ്ങിലത്തെ സന്ദർഭത്തിൽ കാക്കലൊക്കെ എനിക്ക് അനാചാര സുന്നത്തായ എല്ലാ കാര്യത്തെ ഞങ്ങൾ സൈഡിൽ വെച്ച ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്ന ജാബിരെ കമ്മനെ വന്നോണ്ടുള്ള മങ്ങിലമി തയ്യാറാ. ജാബിർ റളിയല്ലാഹു അൻഹു നബി ആദ്യം മങ്ങിലായ ഞാൻ മങ്ങിലായ നബി ഒരു കായന്തായ നബി
അള്ളാന്റെ റസൂല് കേക്കടപ്പ, ഏത് പെണ്ണ് മങ്ങിലായ ഏത് പെണ്ണ് ഒരു കന്യാ പെണ്ണ്, അതല്ല കന്യാ അല്ലാത്ത മാപ്പിള മറിച്ച് മാപ്പിള തൊലാഖ് അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ പെണ്ണ്. അപ്പൊ ചൊല്ലു നബിയെ മാപ്പിള മറിച്ചതാ അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലത് അതിൽ വയസ്സായ കനിക്കത്തെ പെണ്ണ്. അപ്പൊ അള്ളാന്റെ റസൂല് കേക്കട്ടെ, എന്റെ ജാബിർ അങ്ങനെ ആവുള്ള കാരണം ഒരു മങ്ങിലാവാത്ത ഒരു ഫ്രഷ് ഒരു ചെറുക്ക മങ്ങിലായിട്ട് മക്ക ഇന്നേ അല്ലെങ്കിൽ മാപ്പിള പറിച്ച വയസ്സായ ഒരു പെണ്ണിന്റെ മങ്ങിലാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കട്ടെ, എന്റെ ജാബിരെ അതങ്ങനെ. അപ്പ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു, നബിയെ നിന്റെ ബാപ്പയുടെ വസിയത്തിന് വേണ്ടിയിട്ട്, നിന്റെ ബാപ്പയുടെ വസിയത്ത് നിന്റെ ഖൽബിൽ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് നബിയെ നിന്റെ ബാപ്പ വഫാത്താവിടെ അഥവാ ഷഹീദാവിടെ മുന്നത്തെ ജാവുക നിന്റെ മുട്ട പിഞ്ചു ചൊന്നൊരു ജാബിരെ നാല് നടക്കിലെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒന്നാമത് രക്തസാക്ഷി അവിടെ നിന്റെ ബാപ്പയായ നാൾ. അങ്ങനെ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ എനിക്ക് രണ്ട് വസിയത്തുണ്ട്. ഒന്ന് കൊറിയ കടവുണ്ട്, നീ കൊറിയ കടവുണ്ട്, നീ ഏറ്റെടുക്കണു. രണ്ടാമത്തത് നിന്റെ പെങ്ങന്മാരെ, നിന്റെ ചെറിയ ചെറിയ പെണ്ണുമക്കളെ നീ സൂക്ഷിക്കണു ജാബിര, നീ നോക്കിയോളൂ. അപ്പൊ യാ റസൂലല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലി, അല്ലാഹുവിന്റെ റസൂലേ നിന്റെ ആ ചെറിയ ചെറിയ പെങ്ങന്മാർ, ഉമ്മയില്ലാത്ത ബാപ്പയില്ലാത്ത നിന്റെ പെങ്ങന്മാർ, ആ പെങ്ങന്മാർക്ക് ഉമ്മയുടെ സ്ഥാനത്തിൽ നിൽക്കണു. അവിടെ എനിക്ക് ഒരു പെണ്ണിടെ നമങ്ങിലായിട്ട് കൊണ്ടുവന്നേ. നിന്റെ സുഖവും നിന്റെ സന്തോഷവും നിന്റെ തൃപ്തി മാത്രമല്ല, നിന്റെ ബാപ്പയുടെ വസിയത്ത് നടപ്പിലാക്കണു. നിന്റെ സഹോദരിമാർക്ക് ഉമ്മയുടെ പിരിസ കൊടുത്തിട്ടു. അങ്ങനെ ലാലിക്കടെ പാലനാക്കടെ കനിക്കത്തെ, അങ്ങനെ പരിപാലിക്കടെ കനിക്കത്തെ ഒരു ഉമ്മയുടെ സ്ഥാനം അലങ്കരിക്കടെ കനിക്കത്തെ ഒരു പെണ്ണാവണം. അതുക്ക് വേണ്ടിയാണ് നബി ആ പെണ്ണിടെ മങ്ങിലായി. നോക്കൂ, ഒരു സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ മങ്ങില നിക്കാഹ് നിന്റെ ചര്യ ചൊല്ലുമ്പോൾ ആ ആശയത്തെ മനസ്സിലാക്കിയ സ്വഹാബത്ത് അതുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത കനിക്കത്തെ മാർഗവും അങ്ങനെ ജീവനം നോക്കൂ. ബാപ്പയുടെ വസിയത്തിന് വേണ്ടിയിട്ട് നിന്റെ പെങ്ങന്മാരെ ഉമ്മയുടെ സ്ഥാനത്തിൽ നിന്ന് നോക്കണക്ക് വേണ്ടിയിട്ട് മങ്ങില ജീവനത്തിൽ ഒരുക്കമുണ്ടാവിടെ സന്തോഷമാ സുഖമാ. പ്രത്യേകിച്ചൊരു ഇന്നത്തെ കാലത്തിൽ ഇസ്സത്തുള്ള ഏതൊരാളും ഒരുക്കമേ ഉണ്ടാവിടെ കനിക്കത്തെ ആ ഒരു സുന്ദരമായ ഗളിക. ആ ഗളികളിൽ എത്രമാത്രം വലിയ ത്യാഗത്തിന് തയ്യാറാവിടെ ബാപ്പയുടെ വസിയത്തിന് വേണ്ടിയിട്ടും നിന്റെ ചെറിയ ചെറിയ പെങ്ങന്മാർക്ക് ഉമ്മയുടെ സ്ഥാനം കൊടുക്കണക്ക് വേണ്ടിയിട്ട്. നിന്റെ ഈമാനുള്ള സഹോദരിമാരെ ചിന്തിക്കൂ. മങ്ങില ചൊല്ലി ഇത്തര സമുദായത്തെ ഒരാൾ ഒരു കമന്റ് എഴുതി ചൊല്ലുക പോലും നാണക്കേടാവിടെ രൂപത്തിൽ. പലപ്പോഴും ഈ ലൈവിന്റെ ജാഗലൊക്കെ വാത് ചൊല്ലുക വലിയ പേടി എന്റെ കൊണ്ടുണ്ട്. അത് കട്ടാക്കിട്ട് പിറ്റാണ്ട് അത് മാത്രം ക്ലിപ്പാവും. അല്ല, അങ്ങനെ ക്ലിപ്പായെങ്കിലും നക്ക് യാതൊരു പേടിയുമില്ല. അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു പേടി ഖൽബിലേ ഇല്ല. എങ്കിലും ചില സമാജത്തിൽ ചില ആൾമാർ തപ്പു കൽപ്പനക്ക് ഉളകാവണക്ക് സാധ്യത ഇക്കിട് ഇങ്ങനത്തെ ക്ലിപ്പിംഗില്. അപ്പൊ അത് ആക്കിട ആൾമാർ നല്ലോണം സൂക്ഷിക്കും. അള്ളാഹു നിങ്ങൾ എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ അങ്ങ ഈ മഹിലാമ്പൊത്തുകു ഈ മങ്ങില ചൊല്ല് സുന്ദരമായ ഒരു ആശയ അള്ളാന്റെ റസൂലിൽ നിന്ന് പഠിച്ചിട്ടാകുമ്പൊത്തുകു ആ ആശയത്തെ പൂർത്തിയാക്കുമ്പൊത്തുകു അങ്ങക്ക് ഇത് പൂർത്തിയാക്കലോടുകൂടി ഇത് ആഖിറത്ത് ഉപകരിക്കടക്കനിക്കത്തെ ഒരു അമലാവണോ ചൊല്ലക്കനിക്കത്തെ ഒരു ആഗ്രഹം. വെറും മങ്ങില ചൊല്ലത് ഒരു ആശ ഇത് മാത്രമല്ല, ഇത് ആഖിറത്ത് ഉപകരിക്കടക്കനിക്കത്തെ ഒരു പ്രവൃത്തിയാവണം. എന്തിനാക്കുമ്പൊത്തുകു അത് ആഖിറത്തിൽ ഉപകരിക്കും. ഒരു നാവിടെ ഒരു പലക പറമ്പത്തുക പോലും നിങ്ങളെ കുഞ്ചില് മലക്ക് നിങ്ങളെ നാവുൽ പണ്ട് ഓരോ നിരയും റെക്കോർഡാക്കിയിട്ട് അല്ലാണ്ട് ഒരു പലക്കവും നിങ്ങളെ നാവിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമില്ലാണ്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ മഹിള അഥവാ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഞങ്ങളെ സമാജാക്കടക്കനിക്കത്തെ ചില വിഷയം ഉണ്ടല്ലേ. ഞാൻ ചൊന്നോട്ട് വന്നേ, ഇതിലെ ഇടയ്ക്ക് ഒരാള് മങ്ങിലായിട്ടാകുമ്പോ പുതിയ പിള്ളക പുതിയ പെണ്ണുക മുരിക്കൊണുകും ഉണ്ടാക്കി തിന്നൊണുകും അവിടെ ഒരു കേക്ക് മുരിക്കുന്ന സമ്പ്രദായപ്പോ എല്ലാം ഒത്തുകത് മുന്നൊരു പെറ്റപ്പ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നാളിൽ മാത്രമേ ഇണ്ടത് മങ്ങിലത്തെ എവിടെ ഉണ്ട്, മൊയ്നാഞ്ചിന് എവിടെ ഉണ്ട്, എൻഗേജ്മെന്റ് എവിടെ ഉണ്ട്, പുതിയ പെണ്ണ് പോണ്ടേണ്ടും ഉണ്ട്, പുതിയ പെണ്ണ് ബണ്ടേണ്ടും ഉണ്ട്, താളത്തിന്റെ ജാവുകയും ഉണ്ട്. ഇന്ന് സുബ്ഹാനല്ല മറിച്ചെങ്കിൽ 3 ദിവസത്തേണ്ട ഒരു വലിയൊരു കേക്കാക്കി വെച്ചില്ല മയ്യ ലാസ്റ്റ് മുറിച്ച് തിന്നു. നോക്കൂ നിങ്ങൾ ആ കേക്കിടെ എങ്ങനത്തെ രൂപത്തിലാക്കി കൊണ്ടുണ്ട ടോയ്ലറ്റ് ബേസിനുണ്ട്, ആ ബേസിന്റെ രൂപത്തിലാക്കിയിട്ട് ചൊല്ലുണുക പോലും അറപ്പാവിടെ ഒരു തരത്തിലാക്കിയിട്ട് കേക്കാക്കി കേക്ക് തിന്ന രസമാണ്. പക്ഷെ ആക്കിയ രൂപ ഇങ്ങനത്തെ ഒരു ഈമാനുള്ള ഒരു മുസ്ലിം ബഹുമാനിക്കടെ എല്ലാത്തെ ബഹുമാനിക്കണ്ടേ, ആദരിക്കടെ എല്ലാത്തെയും ആദരിക്കണ്ടേ.
ഞങ്ങളെ ഇസ്സത്ത് ഞങ്ങളെ ബഹുമാനപ്പെട്ട ഖാദിബ് ഉസ്താദിന് പാട്ട് ചൊന്തു ഞങ്ങളെ ഡ്രസ്സാ ഞങ്ങളെ ചന്തമാ ഞങ്ങളെ കളറാ ഇതേതിനും അല്ലാഹു നോക്കുടെ ഖൽബുടെ തഖ്വത്തെ നിങ്ങളെ ഈമാന്റെ നിങ്ങളെ തഖ്വത്ത് അധിഷ്ഠിതമായിട്ടുള്ള കനികത ജീവനത്തെ ഏത് ആദർശത്തിന് നിങ്ങൾ ജീവന ഏത് ആദർശത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടുള്ള ആദർശത്തെ അല്ലാഹു നോക്കും. അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു കേക്കാക്കിട്ട് തിന്നുമ്പൊത്തുകു ഇത്തരം സമുദായത്തെ ആളുമാർ പരിഹസിച്ചിട്ട് എന്തിനെ എൽദിയാർ കൊണ്ടുള്ള സാമാജിക ജാലതാണത്തില് ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളെ പോലെ 6ാമത്തെ വർഷമായെങ്കിൽ സേർപാട്ടുള്ള മദ്രസത്തെ വ്യവസ്ഥയില്ല. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ബലിയാസരണ്ട് ഓരോ ബലിയാസരണ്ടും ഒരു ഹിതവചനം നടക്കുന്ന ഒരു ജുമാ പോലത്തതില്ല. പാതിര ജാവത്തോടെ മുസ്ലിമീങ്ങളെ സമാജത്തിൽ നടക്കുന്ന കണക്കത്തെ വാഴ കാര്യക്രമം ഞങ്ങൾക്കില്ല. 5 വഖത്തിലെ നിസ്കാരത്തിന് പോയിട്ട് ഞങ്ങനെ ക്ഷേത്രത്തിന് പോയപ്പോ ഞങ്ങളെ ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ സുജൂദ് ചെയ്യുമ്പോ അവിടെ ഉപദേശിക്കുന്ന കനിക്കത്തെ ഒരു വ്യവസ്ഥയില്ല. ഇത് ഒന്നും ഇന്നില്ലെങ്കിലും ഇതെല്ലാം ഇന്ന കനിക്കത്തെ 6ാമത്തെ വർഷത്തെ 15ാമത്തെ വർഷത്തോളം മദ്രസത്തെ ശിക്ഷണ പടയുടെ കനിക്കത്തെ പാതിര ജാവത്തോലെ വാഴ കേൾക്കുന്ന കനിക്കത്തെ എല്ലാ വഖത്തിലും ക്ലാസ് കേൾക്കുന്ന കനിക്കത്തെ യൂട്യൂബില അഥവാ സാമാജിക ജാലതാണത്തിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ട് പഠിക്കണോ ആ വിഷയത്തെ മാത്രം ടൈപ്പാക്കിയെങ്കിലും നിങ്ങൾക്ക് വാഴ പണ്ട് ഏത് വിഷയത്തിൽ വേണമെങ്കിൽ ആരെ വാഴ വേണമെങ്കിലും പണ്ട് എല്ലാ ഉപദേശത്തെ പഠിക്കണേ. മാത്രമല്ല പരിശുദ്ധ ഖുർആന്റെ ഇണ്ടും ആയിരക്കണക്കിൽ ആളുമാർ ബൈഹാട്ടാക്കിക്കൊണ്ടുള്ള കനിക്കത്തെ ഒരു സമുദായ ആ സമുദായ ആക്കട കനിക്കത്തെ ഇത്തരക്കും മോശമായ പ്രവർത്തനയുണ്ടല്ലേ ഇത് ഒന്നുമില്ലാത്ത ഞങ്ങളെ ഭാഗത്തിൽ ബറാത്തത് കൊണ്ടിട്ടു ഈ ഒരു ധർമ്മത്തെ അണുയായി ഞങ്ങൾ ജീവിക്കാച്ചുണ്ടതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടു. മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരയന്ത്രി ഇത് ഒന്നും ഇല്ലാത്ത ഞങ്ങളെ മങ്ങില്ല ഞങ്ങളെ ആ ഒരു ധാര ആ ഒരു നിക്കാഹയുടെ ಗಳಿಗೆ ആ ഞങ്ങളെ പൂർവികന്മാർ കാട്ടി തന്നെ കനിക്കത്തെ ആദർശത്തിലെ ഇന്നത് കൊണ്ടിട്ടു ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ഒരു ധർമ്മത്തെ അണുയായിക്ക് മുസ്ലിം തലതാത്തനായി വന്നില്ല. മുസ്ലിം തലതാത്തനായി വന്നില്ല. എന്തുകൊണ്ട് തന്നെ ഈ അനാചാരത്തെ ഞങ്ങൾ ഒഴിവാക്കണോ തീരില്ല. ഈ അനാചാരത്തെ ഞങ്ങൾ ഒഴിവാക്കണോ തീരില്ല. ഞങ്ങൾ ചൊല്ലത് ഓർക്കല്ലേ ഒരു കൊശിക്കല്ലേ ഏത് വിഷയത്തിൽ വേണം കൊശി പടയാൻ ഏത് വിഷയത്തിൽ കൽബുക ബണ്ട് ചിന്ത പോലും അത് ദുഷിച്ചതാവണത് തീരാണ്ടാണ്. പ്രവൃത്തി പോട്ടു മനസ്സുക ബണ്ട് ബിയാറ പോലും ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ ഇമാമു സയ്യിദുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളെ പ്രഗൽഭനായ ഉസ്താദാണ്. ലോകം കണ്ട അപ്രതിമമായ ധീരനായ പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുടെ ഉസ്താദായ മദീനം കണ്ട പ്രഗൽഭനായ ഹദീസ് പണ്ഡിതനായ ദാറുൽ ഹിജ്റ എന്നറിയപ്പെട്ട കനിക്കത്തെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തിൽ ദർസ് നടത്തുമ്പോൾ മദീനത്തെ ഖാദിയായിട്ട് അലങ്കരിക്കുമ്പോൾ മദീനത്തിൽ മാലിക് ഇമാം ഇന്നെങ്കിൽ ഒരേ ഒരു ആലിമും ഫത്വ കൊടുക്കാല. മദീനത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്നെങ്കിൽ വേറെ ഒരേ ഒരു ആലിമും ഫത്വ കൊടുക്കുന്നു തയ്യാറാവാല. അങ്ങനത്തെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുടെ കാലത്തില് അതാ ഒരു വല്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്ന പെണ്ണുങ്ങള് ഒരു സാധാരണ ഒരു പെണ്ണിങ്ങ മരണപ്പെട്ടു പോയ സമയത്തില് ആ പെണ്ണിങ്ങളെ മയ്യത്ത് കുളിപ്പാട് കനികത പെണ്ണിങ്ങളുണ്ടല്ലേ ഒരു പെണ്ണിങ്ങ മരണപ്പെട്ടു പോയ സമയത്തില് ഒരു പെണ്ണിങ്ങളെ മയ്യത്ത് കുളിപ്പാട് കളികള് ആ മയ്യത്തിന് ഇങ്ങനെ കുളിപ്പാടിയിട്ട് മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്തെ ഇങ്ങനെ കഴുകിട്ട് ശുദ്ധിയാക്കുമ്പോ തൂകൂ ആ പെണ്ണിങ്ങളെ കയ്യതാ ഗുഹ്യ ഭാഗത്തിൽ മെത്തി പിടിക്കിട് ഒരു നിലക്കും പളിച്ചിട്ട് കൈയെടുക്കണുകാവില്ല. സുബ്ഹാനല്ലാഹ് വല്ലാത്ത പേടിയുടെ വാതാവരണ നിർമ്മാണാവിടൂ. കുളിപ്പാട്ട് ജാഗയിലുള്ള പുറത്തുള്ള ആളുമാർക്ക് വിഷയം താവിടൂ. ആ മയ്യത്തിലെ കുളിപ്പാട്ട് പെണ്ണുങ്ങളെ കൈ മയ്യത്തിലെ ഗുഹ്യ ഭാഗത്തിൽ മെത്തി പിടിച്ചിട്ട് എങ്ങനെ വലിക്കുമ്പത്തുക്കും പണ്ടില്ല എങ്ങനെ കുളിപ്പാട്ടണു നോക്കുമ്പത്തുക്കും പണ്ടില്ല. സുബ്ഹാനല്ലാഹ് അവസാനം വേറെ ഒരു മാർഗമില്ല. ഒന്നാ കൈ മുരിക്കണോ അഥവാ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്തെ മുരിക്കണോ. ആ റായത്തുള്ള പണ്ഡിതന്മാരുടെ ഫത്വ കേൾക്കണു പോണ്ടാറ് ഇങ്ങനെ ഒരു പെണ്ണിങ്ങ മയ്യത്ത് കുളിപ്പാട്ടുമ്പോ തൂകൂ അതാ ഒരു പെണ്ണിങ്ങളെ ഗുഹ്യ ഭാഗത്തെ കഴുകുമ്പോ കയ്യവിടെ ബാക്കിയായിട് ആ കുളിപ്പാട്ട് പെണ്ണിങ്ങളെ കൈമുറിച്ചിട്ട് മയ്യത്തിരെ സലാമത്താക്കണ അഥവാ മയ്യത്തിര ഭാഗത്തെ മുറിച്ചിട്ട് കുളിപ്പാട്ട് പെണ്ണിങ്ങളെ കൈയുടെ രക്ഷപ്പെടുത്തണ. എല്ലാ ലിമീങ്ങളുടെ ഫത്വ കേൾക്കണു തയ്യാറാകുമ്പോ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ ചൊല്ലുമ്പോ ലോകം കണ്ട അപ്രതിമ പണ്ഡിതനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലോടു അത് രണ്ടും വേണ്ട. ആ പെണ്ണിന്റെ
പെണ്ണിയുടെ കൈ മുറിച്ചിട്ട് മയ്യത്തിലെ അവയവത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണ്ട. മയ്യത്തിലെ അവയവത്തെ മുറിച്ചിട്ട് പെണ്ണിയുടെ കൈയുടെ രക്ഷപ്പെടുത്തണ്ട. അതിനെ ബദലുക പെണ്ണുക എമ്പോ അടിയടിക്കണു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതമല്ലേ. ആ മയ്യത്ത് കുളിപ്പാട് പെണ്ണുങ്ങളെ, ആ മയ്യത്ത് കുളിപ്പാട് കനകത്തെ പെണ്ണുങ്ങളെ, ആ പെണ്ണുങ്ങൾ എമ്പോ അടിയടിക്കൊണ്ടതാ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ അവിടെ ഇന്ന എല്ലാ ആളുമാരെ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോണ്ടാറ്. കാരണമൊന്നും കൊന്താവില്ല. ഈ മയ്യത്തിലെ ആ ഭാഗത്തിൽ കൈമെത്തി പിടിച്ച ആളുകൾ എന്തൊക്കെ പടച്ചോനെ ഇങ്ങനെ അടിക്കണോ, എന്തൊക്കെ റബ്ബേ ഇങ്ങനെ എമ്പോ അടിയടിക്കണോണ്ട് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, അതേ ഈമാനുള്ളകളെ, ആ പെണ്ണിങ്ങ മയ്യത്തിലെ കുളിപ്പാട്ട് കണിക്കുന്ന സമയത്തില് ആ മയ്യത്തിലെ എന്തോ വേണ്ടാത്തത് ചിന്തിച്ചത് കൊണ്ടു, മയ്യത്തിലെ മേലെ വേണ്ടാത്ത അപവാദ ഇട്ടത് കൊണ്ടു അങ്ങനെ സംഭവിച്ചതാണ്. അതിന് കാരണം പെണ്ണിങ്ങനെ ടികമേനി ഒന്ന് കേട്ടു നോക്കൂറൂ. എന്നിട്ടാ പെണ്ണിങ്ങ ചൊന്നതിൽ പിന്നെ തീരുമാനം എടുക്കൂറൂ. ചൊല്ലുമ്പോ ആ പെണ്ണിങ്ങരൊട്ടികതാ കുളിപ്പാട്ട് പെണ്ണിങ്ങരൊട്ടിക വന്ന് കാരണം കേൾക്കുമ്പോ തൂകൂ ആ പെണ്ണിങ്ങ ചൊല്ല എന്തിനെ കൊന്തുണ്ട മുസ്ലിമേ, ഞങ്ങൾക്കല്ലേ മയ്യത്ത് കുളിപ്പാട്ട് ചൊന്നെങ്കിൽ നിസ്സാരമായ വിഷയ. സ്വന്തം ബാപ്പയുടെ മയ്യത്ത് കുളിപ്പാട്ടുണുകു മക്കള് തയ്യാറില്ല. സ്വന്തം എലവുന്റെ മൂത്തോണ്ട് മയ്യത്ത് കുളിപ്പാട്ടുണുകു. സ്വന്തം ഒരേ ഉമ്മയുടെ ഭയത്തിൽ വിളഞ്ഞു വന്ന കനികത്തെ സഹോദരന്മാർ തയ്യാറാവില്ല. ഉമ്മയുടെ മയ്യത്ത് കുളിപ്പാട്ടുണുകു മോള് തയ്യാറല്ല. സ്വന്തം എലവുള്ള മാമൂത്തോള്ള മയ്യത്ത് കുളിപ്പാട്ടുണുകി സമാജത്തിൽ തയ്യാറല്ല. ഏതോ ഒരാള് കുളിപ്പാട്ടുക പറഞ്ഞു, അവനുക്ക് കുളിപ്പാട്ടുണുകു തിരിട, അവന് കുളിപ്പാട്ട് വിഷയം പഠിച്ചിട്ടാണ് ചുണ്ടത് കൊന്തില്ല. അയാൾക്ക് നല്ല പദവിയുണ്ടു, 30 വർഷത്തിലുണ്ട് കുളിപ്പാട്ടണു, വലിയ പേരുണ്ടോ, 50 വർഷത്തിനുണ്ട് കുളിപ്പാട്ടണു. ഞങ്ങൾ അബ്ബയുടെ കാലത്തിലെ കുളിപ്പാട്ടണു, അല്ലെങ്കിൽ മൂസാ നബിയുടെ കാലത്തിലെ മയ്യത്ത് കുളിപ്പാട്ട കുടുംബ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു പേര് കൊടുത്തൊരു കുളിപ്പാട്ട ആളുമാറുണ്ടല്ലേ. എന്റെ ഈമാനുള്ളകള്, മയ്യത്ത് കുളിപ്പാട്ട് വെച്ചെന്നെങ്കിൽ എത്ര വലിയ ഗൗരവമുള്ള വിഷയം കൊണ്ടുണ്ട്. ഒരബ്ബക്ക് 4 മക്കളുള്ളാറുണ്ട് കണ്ടെങ്കില്, ആ 4 മക്കളും നല്ല പഠിച്ച കനികത്തെ ആലിമീങ്ങളുണ്ട് കണ്ടെങ്കില്, ആ അബ്ബയുടെ മയ്യത്തിലെ പള്ളിക്ക് കൂടെ നിസ്കരിക്കുമ്പോ ആറിമാമു നിക്കണു. പള്ളിരിമാമയുടെ ആവശ്യകത പണ്ടില്ല. ആ മയ്യത്തിലെ എല്ലാ മക്കളും ആലിമീങ്ങളായതുകൊണ്ടു, 4 ആണുമക്കളും ആലിമീങ്ങളായതുകൊണ്ടു, ആ 4 ആളും ഇമാമത്ത് നിക്കണു, യോഗ്യന്മാരായ ആളുമാരായതുകൊണ്ടു 6 മയ്യത്ത് ഇമാമു നിക്കണു. ഇസ്ലാമു ചൊല്ലുള്ളൂ ആ 4 കൂട്ടത്തിൽ 6 വയസ്സുള്ളവട് നിക്കണു. ആ 4 ആലിമീങ്ങളിലും 6 വയസ്സുള്ള മോണാറ ഇമാമു നിക്കണു. അതേ സമയത്തിൽ ആ മയ്യത്തിന് കുളിപ്പാട്ട് ജാഗൽ പരിശുദ്ധ ഇസ്ലാമു ചൊല്ലുള്ളൂ, അഥവാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കട് 4 മക്കളും മയ്യത്ത് കുളിപ്പാട്ടുണു യോഗ്യന്മാരുണ്ട് കണ്ടെങ്കില്, ആ 4ലും നല്ലോണം ഇൽമുള്ള ആളാറാ, നല്ലോണം പാണ്ഡിത്യമുള്ള സൂക്ഷ്മതയുള്ള മോണാറാണ്. അവണ് മയ്യത്ത് കുളിപ്പാട്ടെതിരെ ഏറ്റെടുക്കണു. ഇന്നെങ്കിൽ പോലും കുളിപ്പാട്ടിനോട് സമാനമായ അർഹതയുള്ള ആലിമീങ്ങൾ ഇന്നെങ്കിൽ പോലും യാറെ പാണ്ഡിത്യനോട് കുളിപ്പാട്ട് വിഷയത്തെ ഏറ്റെടുക്കൊണ്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം ചൊല്ലുമ്പോ ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലേ മുസ്ലിം. വലിയ ആലിമാവോരോ കാലിയാറാവോരോ ഉണ്ടല്ലെന്നാണ് ചൊല്ലേ. ആ വിഷയത്തിലെങ്കിലും ഒരു മയ്യത്തിന് കുളിപ്പാട്ടിനു വേണ്ടി ആർക്കും അങ്ങനത്തെ ഒരു സമയം പറഞ്ഞുകൊണ്ടല്ലേ വയത് ചൊല്ലെ 4 മരിക്കണുകൊണ്ടു, വയത് ചൊല്ലെ 4 മരണം സംഭവിക്കണുകൊണ്ടു, വയത് കേൾക്കടെ ആണികളും പെണ്ണുങ്ങളും ഔത്തുല മരണം സംഭവിക്കണുകൊണ്ടു, വയത് കേൾക്കണുക തന്നെ സംഘടിപ്പിച്ച ആളുമാർ കമ്മിറ്റിക്കാർ ഭാരവാഹികൾ എല്ലാരും മരണത്തിന് സാക്ഷിയാവണുകൊണ്ടു. അതല്ല അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഹദീസിൽ കൂടി ചൊല്ലോടെ ഒരാളുക നല്ലവനോട് മനസ്സില്ലെങ്കില്, ഒരാളുക നല്ലവനോട് മനസ്സില്ലെങ്കില് അവനുക ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. മരണത്തോട് ചിന്തനാക്കെങ്കിലും അയ്യാവോ. സുബ്ഹാനല്ലാഹ്, മരണത്തിന് വയസ്സില്ല. എത്ര ആളുമാരാണ് ഈ രായത്തിൽ മരണപ്പെട്ടു പോയത്, എത്ര യുവാക്കളാണ് ബാലകാലമാരാണ് മരണപ്പെട്ടു പോയത്. വഅദ് തുടങ്ങിടേക്ക് മുന്നോലു നിങ്ങളുടെ രായത്തിലുള്ള സയ്യിദാജിനെ വിശ്രമിക്കുമ്പോ തൂകൂ അതാ സുമാർ വിഷയത്തിനെ ഇങ്ങനെ ചർച്ചയാക്കിയ ഇടയ്ക്ക് പല കബരുടെ ഇടയ്ക്ക് സയ്യിദാ കൈ രായത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എനിക്ക് ബാലകാരന്മാരെ സ്മരിക്കിടേ. എന്നിട്ട് ഓരോ ബാലകാ
ചെറുപ്പക്കാരന്മാർ മരണപ്പെട്ടതിനെ ഓർത്തിട്ട് ബേജാറാക്കിട്. ഉസ്താദ് നണ്ടെത്തര വയസ്സ് പോലും ഇല്ലാത്ത ആളുമാര് അതാ കബറുടെ പണിയാക്കിയിട്ട് താഴെ കബറുടെ ഉൽഗത്തെ കബറ് ക്ലീൻ ആക്കിയിട്ട് മേലെ വന്ന് തേക്കുമ്പോ നെഞ്ഞിനുമ്പലാകൂടെ ചൊന്നു മരണപ്പെട്ടു പോയ ആള് നിങ്ങളെ റായത്തിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു മുസ്ലിമേ, ഒരാളുക നല്ല അവനോടിന്നെങ്കില്, ഒരാളുക ബദലാവണ അവനോടിന്നെങ്കില്, ഒരാളുക അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണോണ്ടുണ്ടോണ്ട് കണ്ട് ജീവന നടത്തണു കാശമുണ്ടോണ്ട് കണ്ടെങ്കിൽ അവനും മരണത്തെ ചിന്തിക്കണോ, അവനും മരണത്തെ ഓർക്കണു. മുസ്ലിമേ, മരണാചുണ്ടത് സമാജത്തിൽ ചെറിയ വിഷയമായിട്ട് കാണേണ്ടതല്ലേ, മരണാചുണ്ടത് നിസ്സാരമായി കാണാനായ സംഗതിയല്ലല്ലേ. ജീവനത്തിൽ വല്ലാതെ ദാരിദ്ര്യം വന്നപ്പോ, ജീവനത്തിൽ പരിഹരിക്കണുകാവാതെ കനിക്കത്തെ സമസ്യ എതിരായപ്പോ, ജീവനത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വലിയ വലിയ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ, പ്രാരാബ്ദങ്ങൾ വന്നപ്പോ മരണത്തിന് ശരണാവനായ മുസ്ലിം അല്ലല്ല ഈമാനുള്ളങ്ങള്. അതല്ല ഞങ്ങളെ പണ്ഡിതന്മാർ പൂർവികന്മാരായി ഇമാമിങ്ങൾ ചൊല്ലേ, വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹൈ വലകിന്നാ ഇദാ മിത്നാ ബുഇത്നാ ഫനുസ്അലു ബഅദ ദാൻ കുല്ലി ശൈ. സമസ്യക്ക് പരിഹാരം മരണാണ്ട് നീ നബിയർച്ചിരേ എങ്കിൽ കേൾക്കണ മുസ്ലിമേ, ദാരിദ്ര്യത്തിന് പരിഹാരം മരണാണ്ട് നീ നബിയർച്ചിരേ. സമാജത്തിൽ ജീവന നടത്തുകാവാത്ത സന്ദർഭം വന്നു പോയപ്പോ മരണനിക്ക് പരിഹാരാണ്ട് നീ നബിയർച്ചിരാണ്ട് കണ്ടെങ്കിൽ അത് നിക്കുള്ള ഇൽമുടെ കൊറത്തയാണ്. ഈമാനുള്ളങ്ങള് മഹാന്മാരായ ഇമാമിങ്ങൾ ചൊല്ലുടെ, വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ, ഞങ്ങൾ മരണപ്പെട്ടു പോയതിൽ പിന്നെ ഞങ്ങളെ എല്ലാം തീർത്ത് കണ്ടെങ്കിൽ പിന്നെ ഒരു വിഷയത്തും ഇല്ല, അള്ളാഹു കേൾക്കണുകില്ല, പിന്നെ ബദലേവർക്ക് ഹയാത്താക്കണുകില്ല, കബറുടെ ഉൽഗ ബർസഖിയായ ജീവിതമില്ല. അള്ളാഹു നാല മണ്ണായിട്ട് മുള്ളുപോലും മണ്ണായി പോയ ഞങ്ങളെ ബദലെ ഹയാത്താക്കണുകില്ലാണ്ട് കണ്ടെങ്കിൽ മരണ ചൊല്ലത് എല്ലാ ജീവിക്കും ഒരു റാഹത്താവാന്ത്. അങ്ങനത്തെ ഒരു രണ്ടാമത് ഒരു ഹയാത്താക്കടെ ഒരു സിസ്റ്റം ഇല്ലാണ്ട് കണ്ടെങ്കിൽ, ആഖിറാത്തിന്റെ ഒരു ജീവന ഇല്ലാണ്ട് കണ്ടെങ്കിൽ മരണ എല്ലാ ജീവിക്കും റാഹത്താവാത്ത മോണ്. പക്ഷേ മരണപ്പെട്ടതിൽ പിന്നെ അങ്ങനെ നല്ല കാര്യ, നിന്റെ ജീവനത്തുള്ള ഓരോ പ്രവൃത്തി നീന് വെച്ച് ഓരോ ഹെജ്ജരെ പോലും അള്ള കണക്ക് കേൾക്കണുകൊണ്ടു. നിന്റെ ജീവനത്തിൽ വന്ന ഓരോ പ്രവൃത്തിനും അള്ളാഹു വിശദമായി കണക്ക് കേൾക്കണുകൊണ്ടു. വർഷത്ത് കുറുക്ക അവിടെ ജനറൽ ബോഡി പറവ് പേടിയാവിടെ ഞങ്ങൾ പല ആള് മാറുക. വാർഷികമായിട്ട് ഒരു 100 ആളെ നടുവ് കണക്ക് അവതരിപ്പിക്കുമ്പോ യാറെ കുരുടി വന്നു പോവാ, ചോദ്യം വന്നു പോവാ, ചുണ്ടു പേടിയാവിടൂ. ഉങ്ങലത്തെ ജാബ് കിടന്നിട്ട് വറക്ക് പണ്ടില്ല എങ്കിലൊരു ജീവന പൂർത്തിയായ കനിക്കന്റെ സകലமான വിഷയത്തെ അല്ലാഹുടെ മുന്നിൽ കണക്ക് കൊടുക്കുന്നത് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സമയമുണ്ടല്ലേ മുസ്ലിമേ. അതിനെയാണ് പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ബദലേ ഓർമ്മപ്പെടുത്തര്. ആഖിറത്തെ പേടിക്കണു, മരണാനന്തരമുള്ള ജീവനത്തെ സൂക്ഷിക്കണു, അതൊക്കെ വേണ്ടി തയ്യാറ് നടത്തുന്നു ജീവന. അതിനെ ഓർമ്മപ്പെടുത്തുന്നത് വേണ്ടി ഒരു നാളിൽ പോണേലുപെട്ട, ഒരു നാളിന് നിർബന്ധമായിട്ടും പോണേലുപെട്ട മാലിക് യൗമിദ്ദീൻ, അല്ലാഹു പ്രതിഫല തന്റെ കനിക്കത്തെ നാള്. അങ്ങനെ ജീവനത്തിൽ നല്ലതും പെടക്കും അല്ലാഹു പ്രതിഫല തന്റെ കനിക്കത്തെ നാള്. ആ നാളുടെ ഉടമസ്ഥനായ അല്ലാഹുടെ മുന്നിൽ നിസ്കാരത്തിന് നിൽക്കുമ്പോ നിർബന്ധമായിട്ടും പോണേലുപെട്ട ഒരു മുസ്ലിമായ മനുഷ്യൻ ഓർക്കുള്ള പെണ്ണ്. പിന്നെ എന്തേ ജീവനത്തിലുള്ള ചില വിഷയപരമ്പത്ത് അതിരെ ഓർമ്മയാവാത്തേ പോണേലുപെട്ട നിർബന്ധമായിട്ട് അവർ നാളുണ്ടോട്ട് ഓർമ്മപ്പെടുത്തിരുന്നങ്ങ. പോണേലുപെട്ട നിർബന്ധമായിട്ടും അങ്ങനത്തെ ഒരു നാളുണ്ടോട്ട് നിശ്ചയിച്ചിട്ട് ദൃഢനിശ്ചയാക്കിയിട്ട് ജീവന നടത്തിരണങ്ങ. അങ്ങനത്തെ ഒരു നാളുള്ള രക്ഷക വേണ്ടി എന്റെ ജീവനത്തെ മുടിപ്പാക്കില്ല. അനാചാരമായ വേണ്ടാത്ത പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമുടെയും മുസ്ലിമീങ്ങളെ ഇതര സമുദായത്തെ ആളുമാർ അവഹേളനാക്കുന്ന തരത്തിലല്ലേ അങ്ങനെ ജീവന മുസ്ലിമേ. എത്ര ഉദാഹരണ വേണു. ത്വലാഖ് ಬ್ಯಾನಾವಣುಗಳ ಕಾರಣ ಎಂದರೆ 3 ത്വലാഖ് ಬ್ಯಾನಾವಣുಗಳ ಕಾರಣ ಎಂದರೆ മുസ്ലിമേ. നബി തങ്ങളുടെ സുന്നത്തിനെ ധിക്കരിച്ചേക്ക് അല്ലാഹു തന്നെ ചെറിയ ഒരു സാമ്പിൾ അല്ലേ.
സ്പഷ്ടമായ ഹദീസാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, അല്ലാഹു ചൊന്നറ സ്വഹാബ, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു, ഇസ്സത്തുൽ ജലാലിയത്തുടയവനായ അല്ലാഹു ചൊന്നറ, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അനാ, ആരാധനകർഹനായ ഇലാഹ് എന്നാണല്ലാണ്ടാറുമില്ല നബിയേ. മലിക്കുൽ മുലൂക്, രാജാക്കന്മാരുടെ രാജാവാണ്. വ മാലിക്കുൽ മുലൂക്, രാജാക്കന്മാരുടെ നിയന്ത്രിക്കുന്ന ആളാണ്. ഖുലൂബുൽ മുലൂകി ബിയദി, ലോകത്തുള്ള എല്ലാ ഭരണാധികാരിമാരുടെ രാജാക്കന്മാരുടെ മനസ്സിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ്. അള്ളാന്റെ റസൂല് ചൊല്ല, അള്ളാഹു ചൊന്നരൂല, ലോകത്തുള്ള എല്ലാ ഭരണാധികാരിമാര്, ലോകം കണ്ട ധിക്കാരിയായ നമ്രൂദിനെ പോലോത്തെ, അതേ ലോകം കണ്ട ധിക്കാരിയായ ഫിർഔന്റെ പോലോത്തെ, ഖാറൂനിനെ പോലോത്തെ, ഹാമാന്റെ പോലോത്തെ, ബൽഅമയുടെ പോലോത്തെ ദുഷിച്ച പൈശാചിക സ്വഭാവമുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭയെ നശിപ്പിക്കൊണുകും പൊലിക്കൊണുകും നോക്കി അബൂജഹലിന്റെ പോലോത്തെ, ഉതുബത്തിന്റെ പോലോത്തെ, ശൈബയുടെ പോലോത്തെ, വലീദിനെ പോലോത്തെ, മുഗീറയുടെ പോലോത്തെ ഘട്ടാനുഘട്ടി എല്ലാ ആളുമാറി എന്തൊരു ദുനിയാവുല അധികാരത്ത് കേരളാറാ. അങ്ങനെ എല്ലാരും ഖൽബുടെ നിയന്ത്രണം തന്റെ കയ്യിലാണ്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലുടെ ചൊല്ലുടെ, എന്നിട്ട് അല്ലാഹു ചൊല്ലുടാ, വ ഇന്നൽ ഇബാദ ഇദാ അതാഉനി, നന്റെ അടിമകൾ നന്റെ അനുസരിച്ചിട്ട് ജീവിക്കിടാറുണ്ട് കണ്ടെങ്കിൽ, ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഅഫതി വറഹ്മാ, അങ്ങനെ അധികാരം ഏറ്റെടുത്തിട്ട് അധികാരം നടത്തുന്ന ഭരണാധികാരിമാർ ഏത് വർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അങ്ങനെ മനസ്സുകി നന്റെ അടിമകളൊട്ടിക കരുണയുടെയും വാത്സല്യത്തെ നാനിട്ട് കൊടുക്കുന്ന നബിയേ. അതേ സമയത്തിൽ നന്റെ അടിമകളായ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ ധിക്കരിച്ചിട്ട് അഹങ്കാരികളായിട്ട് വേണ്ടാത്ത പ്രവർത്തനത്തിലോട് ജീവിക്കാറുണ്ട് കണ്ടെങ്കിൽ, ഹവൽതു ഖുലൂബ മുലൂകിഹിം ബിസ്സഖതി വന്നിഖ്മാ, അങ്ങനെ ഭരണം ഏറ്റെടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് ഭരണം നടക്കേണ്ട ഭരണാധികാരിമാര് മനസ്സുകൾ ഈ മുസ്ലിമീങ്ങളുടെ ക്രോധത്തെ വൈരാഗ്യത്തെ നാനിട്ട് കൊടുക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക്ക് ചൊല്ലുന്നു, അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുമാരെ ആര് ഭരിക്കണു വന്നെങ്കിൽ പോലും അങ്ങനെ മനസ്സിൽ അല്ലാഹു സ്നേഹത്തെയും വാത്സല്യത്തെയും കരുണയുടെ ഇട്ട് കൊടുക്കൂടാ. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളുമാർ എങ്ങനത്തെ പൈസക്കാരനാണെങ്കിൽ പോലും നിന്റെ ഭരിക്കുന്ന ഭരണാധികാര മനസ്സുകൾ അല്ലാഹു ക്രോധത്തെയും അതാ വൈരാഗ്യത്തെ ഇട്ടുകൊടുക്കൂടാ. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടിയ സുന്ദരമായ ഒരു ആശയ ത്വലാഖ് ചൊല്ലകന്റെ ഒരു വിഷയ. എന്ത് ത്വലാഖ് ചൊല്ലതിന് ഇസ്ലാം പരിചയപ്പെടുത്തിയത് അതേ നഗമേ ബാല്യകാലത്തിൽ ഓതിയ പുസ്തകത്തിൽ എന്ത് പാഠ്യപുസ്തകത്തിൽ എന്ത് സതീപതി ദഹന ചൊല്ല ഒരു സമ്പ്രദായം എന്ത് മാപ്പിള മരണപ്പെട്ടു പോയിട്ട് കണ്ടെങ്കിൽ മാപ്പിളയുടെ കത്ത് പാട്ടം പൊത്തുകോ ആ ചിറ്റക്ക് പാരിട്ട് പെണ്ണ് ചാവണു അഥവാ അവന്റെ പെഞ്ഞായി ജീവനത്തെ നശിപ്പിക്കണു. മാപ്പിളയുടെ മരണത്തിനന്തര പെണ്ണുക്ക് പിന്നെ ജീവനയില്ല. ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്ത ഇന്ത്യ അല്ലേ? ഇങ്ങനത്തെ ഒരു സിസ്റ്റം സത്യപത്യഹന മാപ്പിള മരിച്ചെങ്കിൽ കത്തുപാട്ടം പെഞ്ഞായി അച്ചിറ്റക്ക് തുള്ളിട്ട് ജീവനത്തെ അവസാനിപ്പിക്കണം. പിന്നെ അവൾക്ക് ജീവനില്ല. എങ്കിൽ ഇങ്ങനത്തെ എല്ലാ സംസ്കാരത്തും ഇങ്ങനത്തെ എല്ലാ ആദർശത്തെ തിത്തിട്ട് പരിശുദ്ധ ഇസ്ലാം നൈജമായിട്ടൊരു മനുഷ്യനുള്ള ജീവനത്തെ മൂല്യവും അവകാശത്തെ കൽപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധ ഖുർആനിൽ കൂടി ചൊല്ലുന്നു. ഒരു പെണ്ണും ഒരു ആണിന് വേണ്ടി ജീവനത്തെ അവസാനിപ്പിക്കണമെന്നില്ല. ഒരു പെണ്ണും ഒരു മാപ്പിള മരണപ്പെട്ടു പോയതിൽ ആത്മഹത്യ ആക്കണമെന്നില്ല. ഒരു പെണ്ണും ഒരു മാപ്പിള മരണപ്പെട്ടു പോയതിൽ പിന്നെ കാലാകാലം കൊണ്ട് നനച്ചിട്ട് കുറകിട്ട് ജീവന നടത്തണമെന്നില്ല. അവളും നല്ല ജീവന ഇസ്ലാം കാട്ടിക്കൊടുക്കൂ. അത് മാപ്പിള മരണപ്പെട്ടു പോയതിൽ പിന്നമേ എന്തുമല്ല. ഒരു മാപ്പിളരൊട്ടിക നല്ല ജീവന അസാധ്യമായ സന്ദർഭത്തിൽ പോലും ആ മാപ്പിളരൊട്ടിക നിക്കാഹ് ചൊല്ല ബന്ധത്ത് കൊളകായകൻകത്തെ വരാള് ആ ബന്ധത്തിൽ നിന്ന് വേർപെട്ട് പുതിയ ഒരു ജീവനത്തെ കണ്ടുപിടിക്കണമെന്നുള്ള സൊല്യൂഷനാണ് ചൊന്നു കൊടുക്കണ്ടേ ത്വലാഖ്. ആ ത്വലാഖിനെ പരിചയപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിൽ കൂടി ചൊല്ലുന്നു. സ്വഹാബ മൂന്ന് ത്വലാഖ് ചൊന്നെങ്കിൽ പിന്നെ ഉണുകൊണ്ട് പെഞ്ഞായിട്ട് തുടരണുകാവില്ല. ത്വലാഖ് ജണ്ടേ ബട്ട അത്വലാഖ് മർറത്താൻ.
ജണ്ടേ ബട്ട ത്വലാഖ് ചൊല്ലുക അവിടെ മൂന്നാമത്തെ ബട്ടമീത്ത് ഒരാൾ ത്വലാഖ് ചൊന്നെങ്കിൽ പിന്നെ കാലാകാല അവളെ പെഞ്ഞായിട്ട് തുടരണുകാവില്ല അവന്റെ അവന് ത്വലാഖ് ചൊന്നതിൽ പിന്നെ അവള് മരം വെച്ച സമയത്തിൽ പെരകെടുക്കണുകാവില്ല മരദീനൽ പിന്നെ അതേ കണിക്കവണുക ബദലേവർക്ക് നിക്കാഹവണുകാവില്ല പിന്നെ വല്ലാത്ത സിസ്റ്റമുണ്ടോ അതുകൊണ്ട് ത്വലാഖ് ചൊല്ലത് ഇസ്ലാം ചൊല്ലോടു നിങ്ങൾക്ക് ത്വലാഖ് ചൊല്ലണായ അനിവാര്യമായ സന്ദർഭം വന്നപ്പോ പോലും ഒരേ ഒരു വട്ട ത്വലാഖ് ചൊല്ലണു അത് നിന്റെ ആശയമാണ് ചര്യയാൻ സിംഗിൾ ത്വലാഖ് ട്രിപ്പിൾ ത്വലാഖ് അല്ല ബാനായത് 1400 വർഷத்துக்கு മുതൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു 3 ത്വലാഖ് ചൊന്നെങ്കിൽ ഹറാം ഇന്നില്ലെങ്കിൽ പോലും 3 ത്വലാഖ് നിന്റെ അനുയായികൾ ചൊല്ലുക തീരെ ഒരേ ത്വലാഖിൽ നിപ്പാട്ടണു ഒരു സാമ്പിളാണ് നാച്ചുണ്ട ഈമാനുള്ളവരെ നിബിതങ്ങൾ സുന്നത്തിനെ അടങ്ങിയപ്പ സുന്നത്തിനെ അവഗണിച്ചപ്പ അല്ലാഹു ഞങ്ങൾക്ക് തന്നെ പരീക്ഷണ ഒരു സാമ്പിളാണ് ട്രിപ്പിൾ ത്വലാഖ് ബാനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന സുന്നത്തിനെ മറികടന്ന് ഞങ്ങൾ ജീവിച്ചപ്പ അല്ലാഹു ഞങ്ങൾക്ക് തന്നെ വലിയ ഒരു പരീക്ഷണമാണ് ഇസ്ലാമിന്റെ ഒരു ആശയത്തെ നിഷേധിക്കുന്ന രൂപത്തില് അഥവാ 3 ത്വലാഖ് ഒരാൾക്കും ചൊല്ലുകാവാത്ത പരിസ്ഥിതിയും കാണും അല്ലാഹു കൊണവന്നില്ലേ ചൊല്ലുക ധൈര്യമില്ല ഇണ്ട് ചൊല്ലുക മനസ്സിന് ഉണകും ധൈര്യമില്ല എന്തേ നബി തങ്ങളെ സുന്നത്ത് എതിരായി പോവുചൊല്ല പേടിയല്ല കാനൂന്റെ എതിരിൽ കുടുങ്ങി പോവുചൊല്ല ദുനിയാവിടെ പേടിയാ സുന്നത്തുക്ക് ബല വെക്കാത്ത കാനൂന് ബല വെച്ച അതാണ് അല്ലാഹുവിന്റെ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ കൂടി ചൊല്ലി അല്ലാഹു അനുസരിക്കാണ്ട് അനുസരണക്കേട്ട് കാട്ടാറ നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കലാണ് അപ്പൊ ഈ വേണ്ടാത്ത ഈ മങ്ങിലത്തെ പ്രത്യേകിച്ച് മങ്ങിലത്തെ സമയത്ത് നടക്കുന്ന എനിക്ക് അനാചാര ഈ ദുന്തു വെച്ച വേണ്ടാത്ത അതിന് ഞങ്ങൾക്ക് ഇസ്ലാമുടെ അഥവാ ഈ സമാജത്തെ സമുദായത്തെ കല്യാണത്തിന് നന്മക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാവൂല്ലേ ഈ സമാജത്തിൽ എത്ര പാവപ്പെട്ട ആളുമാരുണ്ട് നന്റെ പെങ്ങളെ ചൊല്ലൊക്കെ എനിക്ക് ഒരു അഭിയാനം നടന്നത് ഞങ്ങൾ കൊണ്ടുണ്ട് നന്റെ പെങ്ങളെ ചൊല്ല അഭിയാനത്തെ പ്രധാന ലക്ഷ്യം തിരകൊണ്ടുണ്ട് 30 വർഷം കഴിഞ്ഞിട്ടും മങ്ങിലാവാണ്ട് ബാക്കിയായ പെണ്ണുമക്കൾക്ക് ജീവന കൊടുക്കുന്നു എത്ര 30 വർഷം കഴിഞ്ഞിട്ടും മങ്ങിലാവാത്ത ബാക്കിയായ പെണ്ണുമക്കൾക്ക് നിന്റെ ഈമാനുള്ള സഹോദരിമാർ ഉമ്മമാർ ആലോചനയാക്കുന്നു നാളെ ഗ്രൂം ടു ബി ബ്രൈഡ് ടു ബി മോം ടു ബി ഫസ്റ്റ് ടീത് സുബ്ഹാനല്ലാഹ് കിതാബ് ഫസ്റ്റ് പല്ല ബന്നെ പതുക്കും ഹാൾ ഫംഗ്ഷൻ അതുക്കും വലിയ ഗൗജിര കാര്യക്രമ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആലോചനയാക്കുന്നു വലിയ വിഷയമല്ലേ അല്ലാഹു തന്റെ നിഅമത്തിനെ അനാവശ്യമായ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ചെലവാക്കണേ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നഹ്ലിൽ ഒരായത്ത് ഞങ്ങൾക്ക് നല്ല ഒരു ബോധത്തെ തണ്ട് അല്ലാഹു പല കാലത്തെ ഒരാളുമാരെ സംഭവത്തെ അല്ലാഹു ചൊല്ലി നല്ല ഒരു സമാധാനത്തെ റായ സൂറത്തുൻ നഹ്ലിന്റെ 112ാമത്തെ ആയത്ത് നല്ല ഒരു സമാധാനത്തെ റായ ഇസ്സത്തിൽ ജീവിക്കുന്ന ആളുമാർ അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തിട്ടിന്ന ആ സമ്പത്തിലെ ആഹ്ലാദിച്ചിട്ട് നല്ല കുശല ജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമാരുണ്ടല്ലേ ഫകഫറത ബിഅൻഉമില്ലാഹി അല്ലാഹുവിന്റെ നിഅമത്തുക്ക് നന്ദികേട് കാട്ടിയാറ് ആ നന്ദികേട് കാട്ടിയ കാരണം കൊണ്ടിട്ടു അല്ലാഹു അങ്ങകൂടത്തെ കനക്കത്തെ പരീക്ഷണം എന്തിനെ കൊണ്ടുണ്ട ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ പസി ചൊല്ലത് പട്ടിണി ചൊല്ലതും ഖൗഫ് പേടി ചൊല്ലത് ഭയപ്പെടുകനിക്കത്തെ വാതാവരണത്തെ അല്ലാഹു ആ സമുദായത്തെ നിർമ്മാണാക്കി കൊടുത്ത പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് സന്ദേശല്ലേ ഞങ്ങളുടെ ജീവിതത്തിലെ ആദർശത്തെ ഗൈഡല്ലേ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ ചൊല്ലുന്ന ഒരായത്ത് അല്ലാഹു ധാരാളം നിഅമത്ത് കൊടുത്ത ഒരു സമുദായ അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്ത കനിക്കത്തെ ഒരു സമുദായ അല്ലാഹു കൊടുത്ത സമ്പത്തും അല്ലാഹു കൊടുത്ത നിഅമത്തും നന്ദികേട് കാട്ടിയ സമയത്തിൽ ആ സമുദായത്തെ അല്ലാഹു കൊടുത്ത മുസീബത്ത് എന്തിനകൊണ്ടുണ്ട് ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ആ സമുദായത്തെ അല്ലാഹു പേടിയുടെ വാതാവരണത്തിൽ ജീവനം നടത്തുന്ന കണിക്കാക്കിയ ആ സമുദായത്തെ അല്ലാഹു പൈപ്പാട്ടിയ ദാരിദ്ര്യ കൊണ്ടിട്ട് അല്ലാഹു പരീക്ഷിച്ചിറ കാരണങ്ങാക്കെ കനക്കത്തെ അനാചാരമാണ് അനൈതികതയാണ് അരാജകതയാണ് അതേ ഒരു അവസ്ഥയിലുള്ള ഈമാനുള്ളങ്ങളെ
ഞങ്ങളെ ഹിരിയാളുമാര് ബാപ്പമാര് ഈ വേദിയിലുള്ള വയസ്സിലാളുമാര് സദസ്സുള്ള വയസ്സിലാളുമാരിട്ടിക്കൊന്നു കേൾക്കൂറു ഒരു നേരം ഞങ്ങൾക്ക് കഞ്ഞി തരണകുള്ള ആവത് ഞങ്ങളെ ബാപ്പ ഇന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇണ്ട് പഠിച്ചിട്ട് വലിയ ആളായിട്ടിക്കാന്ത ഞങ്ങൾക്ക് ഒരു നേരം കഞ്ഞി ഞങ്ങളെ ബാപ്പമാർ തന്നിട്ടുണ്ടെങ്കിൽ അഥവാ അങ്ങനെ ഒരു തന്റെ ഒരു ആപത് നിന്നിട്ടുണ്ടെങ്കിൽ അബ്ബക്ക് ഒരു ജോഡി ഡ്രസ് മീത്ത് ഞങ്ങൾ എടുത്തന്റെ കനിക്ക് ഒരു കപ്പാസിറ്റി കഴിവ് ഞങ്ങളെ ബാപ്പക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ട് സമാജത്തിൽ വലിയ ആളാവാൻ താണ്ട് പല ഹിരിയാൾമാരും വയസ്സരങ്ങ ചൊല്ലേ എങ്കിലുണ്ട് ഞങ്ങളെ മക്കൾക്ക് ഒരു ജോഡി ഡ്രസ് അല്ല ഞങ്ങളെ മക്കൾക്ക് ഓരോ ഗളിക വേണ്ട എത്ര ഡ്രസ് വേണം മുസ്ലിം ഒരു കിടാവിടെ ബർത്ത്ഡേ ആചരണാക്കുന്ന സമയത്തിൽ ഫാമിലിയിലുള്ള എത്ര ആളുമാരാണ് ഡ്രസ് കൊണ്ടുവന്ന് ചുരുക്കി എത്ര ആളുമാരാണ് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കൂടേ എന്നിട്ട് എന്തേ ഞങ്ങളെ മക്ക പഠിച്ചിട്ട് വലിയ ആളാവില്ല മക്കൾക്ക് അഥവ നഷ്ടപ്പെട്ടു പോയിട്ട് സ്വന്തം ബാപ്പ സ്വന്തം ഉമ്മ പോലും മക്കളൊട്ടിക മുണ്ടുണുക പോലും പേടിക്കര വാതാവരണമാ സുബ്ഹാനല്ലാഹ് ഇതിനിടയ്ക്ക് വാഴക പോയ ജാഗിൽ ഒരാള് അതാ ഒരൗത്തുക്ക് ചോറുണ്ണുക പോയപ്പോ ആ ഔത്തിലുള്ള ഒരാള് ആ റായത്തിലുള്ള ഉസ്താദിനൊട്ടിക മുഅല്ലിമിനൊട്ടിക മെല്ലെ വന്നു ചൊല്ലേ ഉസ്താദേ നന്റെ മോന്റെ നിസ്കരിക്കോ ചൊല്ലോറാവാ ഔത്തിലുള്ള ഒരാള് ബാപ്പ ഉസ്താദിനൊട്ടിക ചൊല്ല ഉസ്താദേ നന്റെ മോന്റെ നിസ്കരിക്കോ ചൊല്ലോറാവാ കാലി 1.5 ഗಂಟೆ മദ്രസത്തിൽ പോയി കിടാവു 1.5 ഗಂಟೆ ഉസ്താദിനെ എതിരിലേക്ക് കിടാവു 22.5 ഗಂಟೆ ബാപ്പയുടെ സാന്നിധ്യത്തിൽ അഥവാ ഔത്തുള്ള കിടാവു 22.5 ഗಂಟೆൽ പഠിപ്പാട്ടണുകാവാത്ത സംസ്കാരത്തെ 1.5 ഗಂಟೆൽ ഒരു ഉസ്താദ് പഠിപ്പാട്ടണോ ചൊല്ല ഒരു ധൈര്യത്തിൽ നീന കടത്തുമ്പൊത്തു ആ കിടാവുരൊട്ടിക്ക് മുണ്ടണുക പോലും ബാപ്പക്ക് പേടിയാണ് 12 വർഷത്തെ കിടാവ് ഉമ്മ മൊബൈല് കയ്യിലെ 10 എടുത്ത് ചൊന്നിട്ട് സൂസൈഡ് ആക്കിട് 10 പോണഞ്ച് 16 വർഷത്തെ കിടാവ് ഉമ്മ ബേണായതിരെ എടുത്തു കൊടുത്തിട്ടില്ല ചൊന്ന് സൂസൈഡ് ആക്കിട് 20 വർഷത്തെ പെണ്ണ് സുബ്ഹാനല്ലാഹ് ബാപ്പ ആ മോളുക ബേജാന അവിടെ എനിക്ക് മുണ്ടിത്തു ചൊന്ന് സൂസൈഡ് ആക്കിട് നിന്റെ ഇമാറുള്ളങ്ങള് മരണമൊന്നുകും പരിഹാരമല്ല കാലാകാലമുള്ള ആഖിറത്തെ ജീവിതത്തുള്ള തുടക്കമാണ് മരണ ചൊന്നോണ്ട് മങ്ങിലത്തെ പേരിൽ ഞങ്ങാക്കടെ അനാചാര തുന്തുവെച്ച വേണ്ടാത്ത ചെലവാക്കടെ പൈസ ഈ സമാജത്തില് 30 വർഷം കഴിഞ്ഞിട്ടും മങ്ങിലാവാത്ത കനികത്തെ പാവപ്പെട്ട പെണ്ണുമക്കളെ മങ്ങിലാക്കണു വേണ്ടി ഒരു വർഷത്തിൽ 1000 പെണ്ണുമക്കളെങ്കിലും മങ്ങിലാക്കണോ ചൊല്ലി ടാർഗറ്റ് ആക്കിട്ട് പ്രവർത്തിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വർഷം കഴിയുമ്പോ എവിടെയും എത്തില്ല സമീക്ഷാക്കുമ്പോ കിട്ടിയ കണക്കെന്തിരെ കൊന്തുണ്ട പെണ്ണുങ്ങള് 40 വർഷം കഴിഞ്ഞ പെണ്ണുമക്കൾ മങ്ങിലാവാതെ കന്യാ പെണ്ണുമക്കൾ അങ്ങനെ ജില്ലയിലുണ്ടോ ഭയങ്കരത്തില്ലേ നിങ്ങൾക്ക് ബേജാറാവൂലേ 40 വർഷം കഴിഞ്ഞ പല പെണ്ണുങ്ങളും ഞങ്ങളെ കൂട്ടത്തിൽ പുല്ലിമാറായിട് സുബ്ഹാനല്ലാഹ് 40 വർഷം കഴിഞ്ഞിട്ടും മങ്ങിലാവാതെ കന്യകയായ പെണ്ണുമക്കൾ ഞങ്ങളെ സമാജത്തിലുണ്ടോ ഞങ്ങളെ സമുദായത്തിലുണ്ട് ഞങ്ങളെ റായത്തിലുണ്ടോ ആ പെണ്ണുമക്കൾ ഞങ്ങളെ ഒന്നും മങ്ങിലാക്കൊന്നുകൊരാളുമില്ലല്ലേ ബാപ്പ ഇല്ല അഥവാ ഇന്നെങ്കിലും ഗതിയില്ലാത്ത ആള് പല കാരണത്തിൽ കൂടി മങ്ങിലാവാണ്ട് ബാക്കിയായ പെണ്ണുമക്കൾ സമാജത്തിലിരിക്കുമ്പോ നിന്റെ മോളുക 16-ാമത്തെ 18-ാമത്തെ വയസ്സിൽ മങ്ങിലാമ്പൊത്തുകൂ ആ ഒരു സുന്ദരമായ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ കനിക്കത്തെ സമയത്തില് അല്ലാഹുവിനെ ഏറ്റവും വെറുപ്പുള്ള കനിക്കത്തെ സംഗതിയല്ല ഇസ്റാഫല്ല നടക്കടേ എത്ര ആയറ വേണ്ടാത്ത നിലക്ക് ചെലവാക്കിടതാണ് എത്ര ആഹാര വേണ്ടാത്ത മാർഗത്തിൽ ചെലവാക്കിടതാണ് എത്ര പൈസ അല്ലാഹു പൊരുത്തപ്പെടാത്ത തരത്തിൽ ഒരു മങ്ങിലത്തെ പേരിൽ ചെലവാക്കണുകാവിടൂ തന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് ആ മങ്ങിലത്തെ സന്ദർഭത്തിലാക്കടെ ചെലവിടെ വെച്ചിട്ട് ഈ സമാജത്തിലുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനക പാവപ്പെട്ട ഏതെങ്കിലും ഒരു സമുദായത്തുക പാവപ്പെട്ട ഗതിയില്ലാത്ത എത്ര മാപ്പിളയില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ വിധവകളുണ്ടോ അനാഥരായ മക്കളുണ്ടോ നിർഗതികരായ മക്കളുണ്ടോ അങ്ങനെ ഏറ്റെടുത്ത് പഠിപ്പാടുകനികത എത്ര സംസ്ഥകളുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ അല്ലാഹുവേ നക്ക് തന്നെ ചെലവോ നീ തന്നെ സമ്പത്ത് നിന്റെ സുന്ദരമായ ഈ ഒരു ജീവനത്തെ പുതിയ ഒരു ജീവനത്തിന് കാലെടുത്ത് വയ്ക്കുന്ന ഈ ഒരു മങ്ങിനത്തെ സന്ദർഭത്തില് നീ തന്നെ പൈസത്തെ നീ തന്നെ സമ്പത്തിനെ അനാവശ്യമായി ചെലവാക്കാട്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി ചെലവാക്കട അല്ലാ എന്നിട്ട് ഈ സമാജത്തെ
ഏതെങ്കിലും ഒരു നല്ല ഭാഗത്തേക്ക് നീ ചെലവാക്കണു തയ്യാറാവിടാണ്ട് കണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം നിക്ക് പഠിപ്പാറ്റ കനിക്കത്തെ സംസ്കാരമാ. സമാജത്തിൽ എങ്ങനെ പാവത്തെ ആൾമാരില്ലേ? നിങ്ങളുടെ ജമാഅത്തിലെ പ്രസിഡന്റ് ഹനീഫ നോക്കൂ, ഒരു സംസ്ഥ അങ്ങ് നടത്തിക്കൊണ്ടുള്ള അങ്ങനെ ഒരു ട്രസ്റ്റ് ആക്കിയിട്ട് ഒരു സംസ്ഥ ഒരു വലിയ ഒരു വിഷയത്തിൽ പാപത്തെ അഥവാ ബുദ്ധി പോലും ഇണ്ട് ബുദ്ധി എന്നിട്ട് എല്ലാം ഇന്ന കനിക്കത്തെ ഒരാള് നണ്ടൊന്ന് പഠിപ്പാട്ടോ ഉടക്കൊരു വിദ്യാഭ്യാസത്തെ ചിലവര് നിങ്ങൾ ഏറ്റെടുക്കുന്നു വെച്ചാൽ നിങ്ങൾ സമാജം തയ്യാറാവില്ല. അങ്ങനത്തെ ഉടക്ക് ബുദ്ധിയില്ലാത്ത പാവപ്പെട്ട മക്കൾ, വിധവകള്, ഗതിയില്ലാത്ത എവിടെയെങ്കിലും ഒരു ഗുഡിസಲು ജീവിക്കരെ കനിക്കത്തെ ആൾമാർക്ക് ഒരു ജീവനത്തെ കൽപ്പിച്ചതേ ചൊന്നെങ്കിൽ, അങ്ങക്കുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കലേ ചൊന്നെങ്കിൽ, അങ്ങക്ക് വേണ്ടിയിട്ടുള്ള ആഹാരത്തെ പദ്ധതി ഇവിടെ ക്രമീകരണമാക്കി കൊടുക്കലേ ചൊന്നെങ്കിൽ, അങ്ങനെ വിദ്യാഭ്യാസത്തെ ചെലവിടെ ഏറ്റെടുത്തിട്ട് സമാജത്തിൽ ഒരു ഉത്തമ വ്യക്തിയായിട്ട് രൂപീകരണമായാൽ പിന്നെ അങ്ങനെ കടത്തിക്കൂട്ടരെ കനിക്കത്തെ ഒരു വ്യവസ്ഥ നിർമ്മാണമാക്കലേ ചൊന്നെങ്കിൽ എത്ര വലിയ ഒരു വിഷയ, എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആൾമാർ, അതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾമാർ, അതൊക്കെ സഹായിക്കുന്ന ആൾമാർ 8 കൺട്രിയിൽ 8 ഭാഗത്തിൽ അതൊക്കെ യൂണിറ്റ് ഉണ്ട്. റിയാദിലും ദമാമിലും അതുപോലെ ജുബൈലും അതുപോലെ ഒമാനിലും മസ്കത്തിലും 8 ജാഗയില് ജിദ്ദയിലും 8 ശാഖ യൂണിറ്റ് ഉണ്ട്. അല്ലാഹുവേ, അതിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുമാറും അതൊക്കെ സഹായിക്കുന്ന ഓരോ ആളുമാറും അർഹമായ പ്രതിഫലത്തിന് കൊടുക്കുന്ന റഹ്മാനെ. അങ്ങക്ക് നോക്കൂ, അങ്ങക്ക് ആ പൈസ ത്യാഗം കൊടുക്കേണ്ട ഔത്തിക കിടത്തിയെങ്കിൽ അങ്ങനെ ഉത്തങ്ങും ജോലിയാക്കോ തീരെ. നിങ്ങൾ നോക്കൂ, അള്ളാഹു തന്നെ നിഅമത്തിൽ അനാവശ്യമായ മാർഗത്തിൽ ചെലവഴിച്ചു, ഇസ്രാഫാക്കരുത്, അനാവശ്യമായി ചെലവഴിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയായ ലഅനത്താക്കപ്പെട്ട ഫിർഔൻ, ആ ഫിർഔന് അള്ളാഹു സീക്ര കൊടുത്തിട്ടില്ല. ഫിർഔന് അള്ളാഹു ഒരു തലകുത്ത് പോലും ഫിർഔനില്ല, ഒരു കാല് അടങ്ങിയിടുന്ന അങ്ങനത്തെ ഒരു വിഷയമേ ഫിർഔനില്ല. നല്ല ആരോഗ്യ ചാവോ എന്റെ കാരണ മുഫസ്സിരീങ്ങൾ ചൊല്ലി ഫിർഔന് ഈ നിഅമത്ത് കൊടുക്കണു, ആരോഗ്യത്തെ കൊടുക്കണു, രണ്ട് നല്ല കാര്യ ഫിർഔന്റെ പ്രവർത്തനത്തിൽ ഒന്നു ഫിർഔന് സുബൈക്ക് ബേഗനിക്കറ, രണ്ട് ഫിർഔന് എന്തിർത്തും വേസ്റ്റ് ആക്കാല, ഇസ്രാഫാക്കാല. ആരായെങ്കിലും ഫിർഔന് നടക്കുന്ന തേരുള്ള ഭക്ഷണത്തെ തിന്നര സാമത്തെ എറിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ലേ അതിനെ പെരക്കിട്ട് കൽകിട്ട് ഫിർഔൻ തിന്നൂല, തിന്നര സാമത്തെ വേസ്റ്റ് ആക്കോ തീരാട്ടി തിന്നര സാമത്തെ. ഈ ഒരു നല്ല ഗുണ ഫിർഔനിൽ ഇന്നേക്കിൽ നല്ല ഈമാനുള്ള സഹോദരിമാർ ആലോചനാക്കാറുള്ള അങ്ങനെ ഉത്തരമീത്ത് തെങ്ങിന്നെങ്കിൽ തെങ്ങിനെ ഗുളിൽ നോക്കണു, എന്തിനാ ബസലയുടെ പിണ്ടി വേണ, ഇന്ന് മത്തി കാച്ചത് വേണ, ഇന്നലത്തെ നോമ്പാണെങ്കിൽ പിന്നെ സോജി വേണ, സീർകുർമ വേണ, സമൂസ വേണ, ഹെറബ ഇതെല്ലാം തെങ്ങിനെ ഗുളിലുണ്ടു. നേരൽ പാവ ലിംബര സർബത്താക്കണക്ക് പന്താരെല്ലാത്തേക്ക് തന്നി കുടിച്ച് നോമ്പ് തുറന്ന ആൾമാറുള്ളാർ ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല. ഞങ്ങളെ നേരല് ഞങ്ങൾ മങ്ങിലാക്കുമ്പോ ലാക്ക് കണക്കിലുള്ള പൈസ വേണ്ടാത്ത പ്രവർത്തനത്തിലൂടെ ചെലവാക്കുമ്പോ ഞങ്ങളെ നേരല് 30 വർഷമായിട്ടും ഞങ്ങളെ ഈ മിൻഷറും ഈ ബുൽബും ഈ ആഹ്ലാദം ഈ സന്തോഷം ഈ കേക്ക് മുരിക്കടെ ഗൗജി ഗദ്ദല കാണുമ്പോണ്ടല്ലേ കണ്ടില് നോക്കിയിട്ട് കണ്ണിടെ തന്നെ എടുക്കുന്ന സഹോദരിമാരുണ്ടു. പടച്ചോണെ, ഞങ്ങൾക്കും ഇതുപോലത്തെ സമ്പത്തിന് ഞങ്ങൾ മങ്ങിലായിട്ടൊരു ജീവനത്തിലേക്ക് ആ ശാപമയ്യല്ലേ ഞങ്ങളുടെ സമാജത്തിന്, ആ ശാപമയ്യല്ലേ എന്റെ ഈമാനുള്ള മുസ്ലിം സമുദായത്തിന്. എന്ത് സമ്പത്ത്, എന്ത് ആഹ്ലാദ, ഒരു സീക്ക് വന്നെങ്കിൽ ഒരു രോഗം നിങ്ങൾ നോക്കൂ. ബെലിയാസരന്റെ ഖതീബ് സാറിലേക്ക് കേട്ടു നോക്കൂ, ഓരോ ബെലിയാസരന്റെ പള്ളിക്ക് കളക്ഷനൊക്കെ വേണ്ടി വേണ്ട ആറ് കൊത്തുണ്ട ഒരു കാലത്ത് നല്ല ആരോഗ്യം എനിക്ക് ആൾമാർ എന്ത് വേണ്ടേ, ഞാൻ ക്യാൻസർ രോഗി നക്കൊരു പിരിവാക്കി തരും, കളക്ഷൻ ആക്കി തരും, പേര് ചൊല്ലുന്ന ഇന്നരായത്തെ ഇന്ന ഹാജാരൻ പരിചയാക്കിടല്ല, ഞാൻ ക്യാൻസർ രോഗി, ഞാൻ കിഡ്നി പേഷ്യന്റ്, ನಾನು ಹಾರ್ಟ್ ಪೇಷಂಟ್ ನಕ್ಕೊರು ಕಲೆಕ್ಷನ್ ಈ ತಿಂಗಳಲ್ಲಿ ಮರಂದೆಡ್ಕೊಂಡು ನಕ್ಕೊರು ಕಲೆಕ್ಷನ್ ಹಾಕಿ ಸುಬ್ಹಾನಲ್ಲಾಹ್. പേര് ഉടകു പോയിട്ട്, പ്രശസ്തി ഉടകു പോയിട്ട്, ഹാജാറ് ചൊല്ലി വിളി ഉടകു പോയിട്ട്, നോട്ടീസ് എടുക്കുമ്പോ ഹാജി കുട്ടിക്ക് ആ നോട്ടീസിലെ കത്തുപാട്ടി രണ്ടാമത് നോട്ടീസ് അടിപ്പാട്ട് എനിക്ക് എത്തിയ ജാഗ്യമുണ്ട്. ഒരു ഹാജി കുട്ടുപോയിക്ക് എവിടെ പോണ്ടി പേര്, എവിടേക്ക് പോയി പേര്, അള്ളാഹു ഒരു രോഗം തന്ന് പരീക്ഷിക്കുമ്പോ തുകൂ പിന്നെ പേരെന്തിനെ കൊണ്ടുള്ള മുസ്ലിം കണ്ടെങ്കിലും നാണൊരു ക്യാൻസർ രോഗിയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുമാരാണ് സമാജത്തിൽ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു പോയത്. മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് നരളാടിയോണ്ടുള്ള എത്ര ആളുമാരുണ്ടുമുണ്ടോ. അല്ലാഹുവേ, അങ്ങനെയുള്ള രോഗത്തിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കി പടച്ചോണ്. അങ്ങനത്തെ രോഗികൾക്ക് പരിപൂർണമായ ശിഫ നീ കൊടുക്കണേ അല്ലാ. അങ്ങനത്തെ രോഗത്തിൽ മരണപ്പെട്ടു പോയ ആളുമാർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലത്തെ കൊടുക്കണേ അല്ലാ.